ആതിരെ, നിന്റെ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. അതെ, അതാ എനിക്കും പറയാനുള്ളത്. പിണങ്ങിയത് നീയും നിന്റെ ഭർത്താവും. നിനക്ക് ദേഷ്യം മുഴുവൻ ഞങ്ങളോടാണല്ലോ. നിനക്ക് എന്തിന്റെ കുഴപ്പം ആതിരെ? നല്ല അടി കിട്ടാത്തതിന്റെ കുഴപ്പം. ആ, ഇവളെന്തിനാ ആത്മഹത്യക്ക് ശ്രമിച്ച നേരത്തേക്ക് അറിയോ? സംശയരോഗം. ഏ സന്ദീപിനെ അനക്കിയും വെച്ച് ഇവക്ക് സംശയം. ദൈവമേ, പുറത്ത് ആരോടെങ്കിലും നമുക്കിത് പറയാൻ പറ്റുമോ? എന്താ പറയാൻ പറ്റാത്തെ? എല്ലാവരും അറിയട്ടെ, എന്റെ ഭർത്താവ് ഉൾപ്പെടെയുള്ളവരുടെ തനിക്കോണം. സംശയ രോഗമെന്നും പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തുന്ന ചേച്ചി, വെറും സംശയമല്ല, പലതും ഞാൻ കണ്ടു ബോധ്യമായതാ. എന്ത് കണ്ടെന്ന്? എന്താ നീ കണ്ടത്? പറയേ. ഒരു ഭാര്യ കാണാൻ പാടില്ലാത്തതൊക്കെ ഞാൻ എന്റെ ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് കണ്ടതാ. അവര് സംസാരിക്കുന്നതും കേട്ടു. എന്നെ സന്ദീപിന് വേണ്ടെന്ന് ശരിക്കും മനസ്സിലായപ്പോഴാ ഞാനായിട്ട് അവരുടെ ജീവിതത്തിന് ഒരു തടസ്സം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് ചാകാന്ന് കരുതിയത്. ഗർഭിണിയായി എന്നെ ചതച്ചിട്ട് വേറൊരുത്തിയുമായിട്ട് കൊഞ്ചു കൊഴിഞ്ഞ് നടക്കുന്ന ഒരു ഭർത്താവിനെ എനിക്കെന്തിനാ? ആദരിക്കപ്പോ എങ്ങനെയുണ്ട്? എന്നോട് ദേഷ്യമാണോ? സന്ദീപേ, ഞാൻ എന്തിനാ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നും അതാര് കാരണമാണെന്ന് നിനക്കറിയാലോ. മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട എന്നെ വീണ്ടും ദ്രോഹിക്കല്ലേ. ഇനി ഞാൻ ഇതുപോലെ തുനിഞ്ഞിറങ്ങിയ എന്റെ ജീവൻ പോവാൻ കണക്കാക്കി ഞാൻ എന്തെങ്കിലും ചെയ്യും. അങ്ങനെ എന്തെങ്കിലും നീ ചെയ്യുന്നതിന് മുൻപ് ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക്. നിന്റെ ഒരു പ്രസംഗവും കേൾക്കാനുള്ള അവസ്ഥയിലല്ല ഞാനിപ്പോ. എനിക്ക് വേണ്ടത് കുറച്ച് സമാധാനമാ. അത് നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയാലേ എനിക്ക് കിട്ടൂ. ഞാൻ പോകും. അത് പക്ഷേ പറയാനുള്ളത് മുഴുവൻ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടേ ഞാൻ പോകൂ. ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരി ഞാനാണെന്ന് സന്ദീപ് പറഞ്ഞതുകൊണ്ടാ. ഞാൻ കാരണമാണ് നീ മരിക്കാൻ നടക്കുന്നതെങ്കിൽ അത് വേണ്ടെന്ന് പറയാം. ഇപ്പൊ നിന്റെ മുന്നിൽ നിൽക്കുന്ന അനഘയെ നിനക്ക് നന്നായിട്ടറിയാം. എന്നാ നിനക്കറിയാവുന്ന അനഘയല്ല ഞാനിപ്പോ. അതിന് ഇവരെല്ലാവരും സാക്ഷികളാ. എനിക്കുണ്ടായ വലിയൊരു പ്രശ്ന പരിഹാരത്തിൽ നിന്നാ ഇതെല്ലാം ഉണ്ടായത്.